ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 9 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഒരു iOS ആപ്ലിക്കേഷനും നോക്കാം. യെസ്, ഒന്നാമത്തെ ആപ്പ്. ഒന്നാമത്തത് ഷുഡ് ഐ വെയിറ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് എന്താണെന്ന് അറിയാമോ? മാർവൽ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് സ്പെഷ്യലി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർവൽ സിനിമകൾ നമ്മൾ കാണുന്ന സമയത്ത് അതിൻ്റെ എൻഡ് ക്രെഡിറ്റ് എന്തെങ്കിലുമൊക്കെ കാണും. വേറെ ഏതെങ്കിലും ഒരു മൂവിയിലോട്ടുള്ള ഒരു കണക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെൻറ്റോ ഏതെങ്കിലും വേറെ ക്യാരക്ടേഴ്സ് വരുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണും. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സിനിമയിലും കാണണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കാണുന്ന സിനിമകളിൽ എൻഡ് ക്രെഡിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടുള്ളൊരു ആപ്പാണ്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സിനിമകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സിനിമ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോഡ്സില്ല വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സിനിമയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ സിനിമയ്ക്ക് അവസാനം ക്രെഡിറ്റ് സീനുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ കാണിക്കും. അതിനകത്ത് നോ എന്ന് കിടപ്പുണ്ട്. സോ ബേസിക്കലി ഇതിനകത്ത് ചില സമയത്ത് പാതി യെസ് പാതി നോ എന്നൊക്കെ കിടക്കും. ദാറ്റ് മീൻസ് ചില ആളുകൾ പറയുന്നുണ്ട് ഉണ്ട് എന്നുള്ളത്, ചില ആളുകൾ പറയുന്നുണ്ട് ഇല്ല എന്നുള്ളത്. ഈ എഴുതി കാണിക്കുന്നത് മൊത്തം തീരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ സമയം ലാഭിക്കാം. അടുത്ത ആപ്പ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പാണ് സ്പേഷ്യൽ ടച്ച്. സ്പേഷ്യൽ ടച്ച് എന്ന് പറഞ്ഞുള്ള ആപ്പ് നമ്മൾ എനേബിൾ ചെയ്തതിന് ശേഷം കുറേ പെർമിഷൻസ് ഉണ്ട്. അതെല്ലാം ആരി പിടിച്ചങ്ങ് കൊടുക്കുക. പെർമിഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാവും. ആ ട്യൂട്ടോറിയൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ നമ്മുടെ ഫോണുമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ഷോർട്സും റീലൊക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജസ്റ്റർ എന്താണോ അത് കാണിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ റീൽ ഇങ്ങനെ തോണ്ടാനായിട്ട് ജസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് അതേപോലെ തിരിച്ച് ബാക്ക്വേർഡിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അതേപോലെ 3 വിരലാക്കി കഴിഞ്ഞാൽ ആപ്പ് ക്ലോസ് ആവും. ഇങ്ങനെയുള്ള കുറേ ജസ്റ്റർ മൂവ്മെൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബോറടിച്ച് ഇല്ലാണ്ടായിട്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ആക്കാൻ പറ്റും, വിച്ച് ഇസ് വെരി നൈസ്. എൻ്റെ ഫോണിൽ കിടക്കുന്ന ഈ സാധനം കണ്ടോ? ഇതൊരു ലോഞ്ചറാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയുടെ അൾട്ടിമേറ്റ് പ്രോ വേർഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ആപ്പിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ലോഞ്ചറിൻ്റെ പേര് AP15 എന്നാണ്. ഈ ഒരു ലോഞ്ചർ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആപ്പ് നമ്മുടെ ഫോണിൻ്റെ അകത്തുണ്ടോ ആ ആപ്പ് എല്ലാം കൂടി ഓരോ ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ക്രോം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രോം ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് ക്യാമറ ടച്ച് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓപ്പൺ ആവും. എല്ലാം സിംപ്ലിഫൈ ചെയ്തിട്ടിട്ടുണ്ട്. ഒരുപാടുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കിയാൽ മതി. ഗാലറി ഉണ്ട്, ഗെയിമിംഗ് ഹബ് ഉണ്ട്, ഫ്ലൈറ്റ് റഡാർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വലിയ അക്ഷരങ്ങളിലും കാണാൻ പറ്റും, കുറച്ച് യൂസ് ചെയ്യുന്നത് കുട്ടി അക്ഷരങ്ങളിലും കാണാൻ പറ്റും. സിമ്പിൾ. ഞാനിപ്പോൾ പറഞ്ഞ ആപ്പുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആപ്പ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. ആൻഡ് നിങ്ങൾക്ക് ഇനി അടുത്ത ആപ്പ് സീരീസിലേക്ക് എന്തെങ്കിലും ആപ്പുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ആപ്പുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്ക്, ഞാൻ അടുത്തതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത ആപ്പ് പുഷ് ബുള്ളറ്റ് എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു ആപ്പായിട്ട് ഞാൻ പറയും. പുഷ് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ് പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ നിങ്ങളുടെ ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കിട്ടും. ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫയൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കോ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്കോ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ വൈസ് വേഴ്സ അയക്കണമെങ്കിൽ ഇതൊരു പറ്റിയ ആപ്പാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ചാറ്റിംഗ് ആപ്പാണ്. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് പുഷ് ബുള്ളറ്റ് ഡൗൺലോഡ് ചെയ്ത് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ, ഞാൻ മാക്കാണ് ഉപയോഗിക്കുന്നത്, അപ്പം മാക്കും ആൻഡ്രോയിഡുമായിട്ടൊരു ഇൻറ്റഗ്രേഷനിൽ ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. ഞാനെന്ത് ചെയ്തു, മാക്കിൻ്റെ അകത്ത് പുഷ് ബുള്ളറ്റ് എന്ന വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സെയിം ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും കൂടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാറ്റ് സ്ക്രീൻ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ എന്തൊക്കെതാ ഇപ്പോൾ കണ്ടോ, ഞാൻ അതിനകത്ത് 2-3 ടെക്സ്റ്റുകളൊക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ടെക്സ്റ്റുകളാണോ ഇവിടെ അയക്കുന്നത് എന്നിട്ട് സെൻഡ് കൊടുക്കുന്നത്, ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വയ്ക്കുള്ളൂ. അത് ഫയലുകളാവാം, മെസ്സേജുകളാവാം, ഓഡിയോസ് ആവാം, എന്തും ആവാം. അതുപോലെ തന്നെ നിങ്ങളുടെ SMS ഇത് ആക്ച്വലി മൊത്തത്തിൽ സിങ്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ OTP അതേപോലുള്ള ഇൻഫർമേഷൻസ് SMS ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ഇത് എല്ലാവർക്കും വെർത്താണെന്ന് ഞാൻ പറയൂല. ഒരു ലാപ്ടോപ്പ് ഒരു ഫോണൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര വെർത്താവും. എന്നെ പോലെ 4 ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒടുക്കത്തെ വെർത്താവും. 2 മാസം മുന്നേ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പുതിയൊരു ഫീച്ചർ വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബീറ്റ യൂസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫീച്ചേഴ്സൊക്കെ കിട്ടുകയും ചെയ്തു. എന്നാൽ നിങ്ങൾക്ക്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പലർക്കും ഫീച്ചേഴ്സ് വന്നിട്ടില്ലായിരുന്നു.
കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബീറ്റ യൂസർ അല്ല, ഞാൻ ബീറ്റ യൂസർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, എങ്ങനെ ഈ ആപ്പുകളുടെ ബീറ്റ ടെസ്റ്റിംഗ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളത്. അതിനുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ബീറ്റ മാനിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ബീറ്റ മാനിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് കറൻ്റ്ലി ബീറ്റ പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ആപ്പുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് ബീറ്റ പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബിക്കം എ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ബിക്കം എ ടെസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളെ ബീറ്റ പ്രോഗ്രാമിലേക്ക് അക്സെപ്റ്റ് ചെയ്തോളൂ. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില ആപ്പുകൾ അക്സെപ്റ്റ് ചെയ്യും, ചില ആപ്പുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ബീറ്റ ടെസ്റ്റിംഗിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ആക്ച്വലി യൂട്യൂബിൽ, നോഷനിൽ, ഹോട്ട്സ്റ്റാറിൽ ഈ 3 ആപ്പിൻ്റെയും ബീറ്റ ടെസ്റ്റിംഗിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് കാണും. ആപ്പ് ഓപ്പൺ ആക്കുക, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബിക്കം എ ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, ഡൺ. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്ത ആപ്പ് IFTTT ഇതാണ് ആപ്പിൻ്റെ പേര്. ഈ IFTTT എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോണോമി അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ്. ബട്ട് ഭയങ്കര ഫണ്ണായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിനകത്ത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആ എക്സ്പ്ലോറർ എന്ന ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ കമാൻഡുകൾ കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒരു കമാൻഡുകൾ എഴുതി വയ്ക്കാൻ പറ്റും. കമാൻഡ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, വെൻ മൈ ഫോൺ ടെമ്പറേച്ചർ ഗെറ്റ്സ് എബോവ് 50 degrees ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അതേപോലെ ചെയ്തോളൂ. അതിനേക്കാളും നല്ലത് ഇവിടെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയോ, വെനെവർ ഐ ആഡ് എ യൂട്യൂബ് വീഡിയോ ഐഡിയ ടു ദ നോട്ട് വിഡ്ജറ്റ്, ക്രിയേറ്റ് എ ഗൂഗിൾ ഡോക്ക് വിത്ത് സ്ക്രിപ്റ്റ് ഔട്ട്ലൈൻ. മനസ്സിലായോ? അതായത് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഔട്ട്ലൈനോട് കൂടി ഞാൻ എപ്പോഴെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയുടെ ഐഡിയ ഇടുന്ന സമയത്ത് ഒരു ഗൂഗിൾ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നതാണ് കമാൻഡ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി മ്യൂട്ട് യുവർ ആൻഡ്രോയിഡ് ഫോൺ അറ്റ് ബെഡ് ടൈം. അതായത് എൻ്റെ ബെഡ് ടൈം അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൺ എന്ത് ചെയ്യും, സൈലൻറ്റ് മോഡിലോട്ട് പൊക്കോളും. ഇതാണ് സംഭവം. ടു ഡു ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ആപ്പുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇതിനകത്തൊക്കെ ഉള്ള പ്രശ്നം ഒന്നാമത്തത് അതിന് ഇൻ്റർഫേസ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ബഗ്ഗുകൾ കാണും. ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉള്ള ഒരു ടു ഡു ലിസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. റിമൈൻ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇതൊരു റിമൈൻഡർ ആപ്പാണ്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ്, കിഡിൽ ആനിമേഷൻ. ആ ആനിമേഷൻ തന്നെ ഭയങ്കര ഒരു സുഖമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ ഒരു റിമൈൻഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ റിമൈൻഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ടാസ്ക് നമ്മൾ അക്കോംപ്ലിഷ് ചെയ്തു. അക്കോംപ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ പേപ്പറൊക്കെ ഇങ്ങനെ വെട്ടിയിടൂലേ, നമ്മൾ വിതറൂലേ, അതേപോലെ കുറേ പേപ്പറൊക്കെ ഇങ്ങനെ വന്ന് വീഴും. ഭയങ്കര രസമായിട്ട് അവർ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്നില്ല, റിമൈൻഡേഴ്സും ടു ഡു ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10-30 ടു ഡു കാണും. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി. അടുത്തത് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് 1for-Wall. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. iOS-നും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിനും അവൈലബിൾ ആണ്. iOS-ൽ നമ്മുടെ ഡീപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചറും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് iOS-ൻ്റെ ആ ഒരു ലോക്ക് സ്ക്രീൻ മോഡിൽ നമുക്ക് കുറച്ചുകൂടി ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ആനിമേറ്റഡ് ആവുന്ന വാൾപേപ്പേഴ്സ് ഇടാൻ പറ്റും. ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാൾപേപ്പേഴ്സ് കിട്ടും. ആൻഡ് ഈ ഒരു ബ്രാൻഡ് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള വാൾപേപ്പർ നിങ്ങൾക്ക് വേറെ ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ അകത്തും കിട്ടില്ല. 100% അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കിട്ടുന്ന വാൾപേപ്പേഴ്സ് എല്ലാം ഭയങ്കര യുണീക്കാണ്. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി എടുത്തിട്ട് ഞാൻ ഓരോന്ന് എടുക്കുന്ന സമയത്ത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ്. അതിനകത്ത് മിനിമലിസ്റ്റിക് വാൾപേപ്പേഴ്സ് ഉണ്ട്, കാരിക്കേച്ചർ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇലിസ്ട്രേഷൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ തരത്തിലുള്ള വാൾപേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും നാൾ പറഞ്ഞത് വാൾപേപ്പർ ആപ്ലിക്കേഷനിലെല്ലാം കളഞ്ഞിട്ട് പുതിയൊരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇതെടുക്കാം. ഐഫോൺ യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവർക്ക് ഐഫോണിൽ ആപ്പ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ ഹൈഡ് ചെയ്യാൻ പറ്റും. കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് iOS-ൽ ആപ്പിൾ സ്റ്റോറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, കുറച്ച് പെർമിഷൻസ് ഉണ്ട്, അതെല്ലാം കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും, ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പ് ഗ്രൂപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് ചൂസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ചൂസ് ആപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആപ്പാണോ ഹൈഡ് ചെയ്യാനുള്ളത് അത് ഏതും ആവാം, ആപ്പ് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഹോം പേജിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും ഈ ആപ്പ് കാണാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് അതിനെ അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും അൺഹിഡൻ ആയിക്കോളും. സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഐഫോണിലും നിങ്ങളുടെ ആൻഡ്രോയിഡിലുമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട കുറേ ആപ്ലിക്കേഷനുകൾ. വീഡിയോയും ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.
അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്താം. പേടിച്ചു.